എല്ലാവർക്കും നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി കാശിയിൽ കളിയാട്ടം നടക്കുകയാണ്. കാശിയിൽ തെയ്യക്കോലം ധരിക്കാനുള്ള നിയോഗം എത്തിച്ചേർന്നിരിക്കുന്നത് ഇരിട്ടി വട്ടാരക്കണ്ടി വീട്ടിലെ അനീഷ് പണിക്കരിലും മകൻ വൈഷ്ണവ് പണിക്കരിലുമാണ്. കാശിയിലെ കളിയാട്ടം 2024 ഏപ്രിൽ 23 കളിയാട്ടത്തിന് പുറപ്പെടുന്നതിന് മുന്നോടിയായി ഉള്ള ഒരുക്കങ്ങളും മറ്റു വിശേഷങ്ങളും അറിയാനാണ് ഞാൻ ഇരിട്ടിയിലുള്ള വട്ടാരക്കണ്ടി വീട്ടിൽ വന്നിരിക്കുന്നത്. നമുക്ക് അനീഷ് പണിക്കരോട് തന്നെ കളിയാട്ടത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കാശിയിലെ കളിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചമയങ്ങളുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇത് തലപ്പാളി എന്ന് പറയും. അതുപോലെ തന്നെ പൊട്ടദൈവത്തിന് കെട്ടിയാട്ടത്തിൻ്റെ അകത്തുള്ള വളരെ പ്രധാനമായ ഒരു പ്രധാന പങ്കാളിത്തമുള്ള ഒരു സാധനമാണ്. 21 ഗുരുക്കന്മാരെ സാക്ഷിയാക്കി നമ്മൾ ഗുരുവന്ദനം ചെയ്ത് കിട്ടുന്ന തലപ്പാടി. അതിനകത്ത് വെള്ളിച്ചമയങ്ങൾ തെയ്യത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ആഭരണങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതെല്ലാം വെള്ളിച്ചമയങ്ങളാണ്. അതെ, ഇത് വെള്ളിയുടെ ചൂടകം എന്ന് പറയും. അത് പൊട്ടദൈവത്തിനും ചുടലഭദ്രകാളിക്കും. അത് വള, അതുപോലെ തന്നെ ഇത് അരവളയും കഴുത്തുകെട്ട്. ഇത് കൊണ്ടൽ എന്ന് പറയും. പൊട്ടദൈവത്തിന് കിട്ടുന്ന ഒരു വളരെ വിശിഷ്ടമായൊരു സാധനമാണ്. അതുപോലെ തന്നെ കുലമാരതൻ ദൈവത്തിൻ്റെ മുഖം, ഭഗവതിയുടെ മഞ്ഞാമ്പിലാടി, ചാമരം, ഇത്രയും സാധനങ്ങളാണ്. അത് അരിമ്പുമാല, ഇങ്ങനെയുള്ള സാധനങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭഗവതിയുടെ സാധനങ്ങളൊക്കെ. ഈ കാണുന്നത് ചുടലഭദ്രകാളിയുടെ ചമയങ്ങളാണ്. കളിയാട്ടത്തിനായുള്ള ചമയങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് അനീഷ് പണിക്കരും സംഘവും. ഇപ്പോൾ കാശിയിൽ കളിയാട്ടത്തിന് പുറപ്പെടുകയാണല്ലോ. അപ്പോൾ ആ നിയോഗത്തെ പറ്റിയൊന്ന്. ജന്മജന്മാന്തര സുഹൃതമത്രേ, പൂർവ്വജന്മകൃതാത്മം പുണ്യം, ഈശ്വരീയമായി കിട്ടിയ മുൻജന്മ സുഹൃതം അഥവാ ഈ ജന്മത്തിൽ ചെയ്തു പോയ ക്രിയകളുടെ അനന്തരഫലം എന്നൊക്കെ വേണമല്ലോ നമുക്ക് പറയാം. കാരണം ജീവിത സായാഹ്നത്തിൽ നമ്മൾ അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിക്കുന്നൊരു പുണ്യഭൂമിയാണ് കാശി. കാശി ദർശനം പുണ്യം, സ്പർശനം പാപനാശനം. അപ്പോൾ ആ മഹാതീർത്ഥത്തിൽ കുളിച്ച് ഗേയാശാർദ്ധമൂട്ടിയാൽ ജീവിത സാക്ഷാത്കാരി എന്നുള്ള വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള പുണ്യസങ്കേതത്തിൽ തീർത്തും ദൈവമായി അവതരിക്കാൻ കഴിഞ്ഞത് ജന്മജന്മാന്തര സുഹൃതം. ഇപ്പോൾ കാശിയിൽ കളിയാട്ടത്തിന് ഏതൊക്കെ തെയ്യങ്ങളാണ് അവിടെ കെട്ടിയത്? ചുടലഭദ്രകാളി പൊട്ടൻ ദൈവമാണ് അവിടെ കെട്ടിയത്. അപ്പോൾ നിരവധി തവണ താങ്കൾക്ക് പട്ടും വളയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെ പറ്റിയൊന്ന്. വളയും കിട്ടിയിരിക്കുന്നത് ഞാൻ 9ാമത്തെ വയസ്സിലാണ് കളിയാട്ടം ചെയ്യാൻ തുടങ്ങിയത്. 9 വയസ്സിന് കെട്ടിയാടാൻ തുടങ്ങി. അതിനിടയിൽ അതുകൊണ്ട് ഒരു 18 തവണയോളം പട്ടും വളയും, ഒരു തവണ ബിരുദും വീരശൃംഖലയും കിട്ടി ആദരിക്കപ്പെട്ടിരുന്നു. കൂടുതലും ഏത് തെയ്യ കോലമാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാം തെയ്യങ്ങളും അല്ലേ. തിച്ചാവണ്ടി കെട്ടിയാണ് ബിരുദും വീരശൃംഖലയും കിട്ടിയത്. അതിന് മുന്നേ 2002, 2003 കാലഘട്ടത്തിൽ കൊല്ലം ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിൽ വെച്ച് അവിടെ ഒരു തിച്ചാവണ്ടി നടത്തി. അവിടുന്ന് തന്ത്രി കണ്ഠര് രാജീവർ അദ്ദേഹം പട്ടുമുളയും നൽകി ആദരിച്ചു. അതോടൊപ്പം നമ്മൾ ശബരിമല സന്നിധാനത്ത് കളിയാട്ടം നടത്തുകയും അവിടെ നമ്മുടെ അന്നത്തെ ശബരിമല മേൽശാന്തി കണ്ഠര് മഹേശ്വരർ അദ്ദേഹം ഒരു തങ്കപ്പതക്കം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വലിയ സൗഭാഗ്യമായിട്ട് അത്തരം പുണ്യസങ്കേതങ്ങളിൽ ഈശ്വരീയ ചൈതന്യമായി മാറാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ടാണ്. ഇപ്പോൾ കാശിയിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു കളിയാട്ടം നടക്കുന്നത്? ചരിത്രത്തിൽ ആദ്യമായാണ്. കാരണം കേരളത്തിലെ വടക്കേ മലബാറിൻ്റെ മാത്രം പൂർണ്ണ അനുഷ്ഠാനത്തോടുകൂടി നടത്തപ്പെടുന്ന കളിയാട്ടം അനുഷ്ഠാന വിധേയമായി തെക്കൻ ജില്ലകളിൽ വളരെ വിരളമാണ്. അപ്പോൾ അവിടുന്ന് ഐവറോടം അവിടെ വെച്ചാണ് ഈ കളിയാട്ടം, ഈ ചുടലഭദ്രകാളി തെയ്യം ചരിത്രത്തിൽ ആദ്യമായി ചുടലയിൽ കെട്ടിയാടുന്ന ഒരു സങ്കേതമായി മാറുന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടായി ഇങ്ങനെ കാശിയിൽ നടത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. ഇപ്പോൾ കാശിയിൽ നിന്ന് ക്ഷണം എങ്ങനെയാണ്? നേരിട്ടാണ്? അതെ. കാശിയിൽ നിന്ന് അവർ നേരെ ഐവർ മഠത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഐവർ മഠത്തിലെ ആളുകൾ അവിടെ നടത്തുന്നത് നമ്മളെ തേടി വന്നു. അപ്പോൾ ഈ കാശിയിലുള്ളവർ ഇദ്ദേഹം കൂടെ നമ്മളെ കാണാൻ വേണ്ടി വന്നു. അവിടെ നിന്ന് തളികയും താമ്പൂലും തന്നു അടയാളം നൽകി ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങയുടെ കൂടെ മോനും വരുന്നുണ്ടല്ലേ? പൊട്ടൻ തെയ്യാം. പുള്ളി കഴിഞ്ഞിടെ തിച്ചാവണ്ടി കെട്ടി പട്ടുമുളയും വാങ്ങി സ്ഥാനികനായതാണ്. അതെ. സ്ഥാനം അലങ്കരിച്ച മോൻ്റെ പേര് വൈഷ്ണവ് പണിക്കർ.
വൈഷ്ണവ് പണിക്കർ കെട്ടിയാടിയ തീച്ചാമുണ്ടി തെയ്യത്തിൻ്റെ അഗ്നിപ്രവേശനമാണ് ഈ കാണുന്നത്. വൈഷ്ണവിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കാശി പോലൊരു സ്ഥലത്ത് കളിയാട്ടത്തിന് പോകാനുള്ളൊരു നിയോഗം വന്നിരിക്കുകയാണ്. എങ്ങനെ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. പറഞ്ഞ പോലെ ജന്മജന്മാന്തര പുണ്യം എന്ന് തന്നെ പറയണം. അത് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ അവിടെ പോകാന്ന് പറയുന്നത് തന്നെ ഒരു കാര്യമായിട്ട് വളരെ സന്തോഷം. വേറെ ഒന്നും പറയാനില്ല. തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി. അങ്ങയെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. ചരിത്ര നിയോഗവുമായി കാശിയിലേക്ക് പുറപ്പെടുന്ന അനീഷ് പണിക്കർക്കും വൈഷ്ണവ് പണിക്കർക്കും വാദ്യക്കാരടക്കമുള്ള എല്ലാ സംഘാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.